നമസ്കാരം. ചാപ്റ്റർ 11. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ സൊസൈറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യവും പിന്നെ ഒരു 3 മാർക്ക് 4 മാർക്കുകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഈ ഗ്രാമീണ സമൂഹത്തിൽ മാറ്റമുണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? കൊളോണിയൽ ഭരണകാലത്തുണ്ടായ ചില ഭൂപരിഷ്കാര നിയമങ്ങൾ, സ്വതന്ത്ര ഇന്ത്യയിലുണ്ടായ ഭൂപരിഷ്കാര നിയമങ്ങളൊക്കെ ഗ്രാമീണ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാക്കി. ഒപ്പം തന്നെ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വലിയ ഗവൺമെന്റിന്റെ ഒരു മുന്നേറ്റം ഗ്രാമീണ മേഖലയിൽ മാറ്റമുണ്ടാക്കുവാൻ കാരണമാക്കി. ഇനി അത് കൂടാതെ 1990കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 80കളുടെ അവസാനത്തിൽ ആരംഭിച്ച ഉദാരവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ മൂലം ഗ്രാമസമൂഹങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് ഒന്നായി കാണുന്ന, ഒരൊറ്റ സമൂഹമായി കാണുന്ന ഒരു പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ആഗോളവൽക്കരണത്തിൽ സംസ്കാരത്തിൻ്റെ സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. അതുപോലെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റങ്ങൾ, സഞ്ചാരങ്ങൾ, ജനങ്ങളുടെ പ്രവാഹങ്ങൾ, കൈമാറ്റങ്ങൾ, കമ്പനികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആഗോളതലത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഗോളവൽക്കരണത്തിന് സഹായിക്കുന്നതിനായിട്ടുള്ള ഉദാരവൽക്കരണ നയം, സാമ്പത്തിക മേഖലയിലുണ്ടായ ഒരു നയമാണ്. എല്ലാവിധ സാമ്പത്തിക നിയന്ത്രണങ്ങളും അയവ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള നയങ്ങളാണ് ഈ ഉദാരവൽക്കരണം എന്ന് പറയുന്ന ആശയത്തിനകത്തുള്ളത്. അപ്പം ഈ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഗ്രാമസമൂഹങ്ങളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത്. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഗ്രാമസമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കർഷകർക്ക് ആഗോള വിപണിയുമായി മത്സരിക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഇവിടേക്ക് പുറത്തുള്ള വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ കൃഷിയൊക്കെ ആഗോളതലത്തിൽ അവർ കൃഷി മേഖലയെ വികസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ വലിയ കമ്പനിക്കാരാകുമ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും ഒക്കെ അവരുടെ കൈവശം ഉള്ളത് കൊണ്ട് അവരെ കൂടെ മത്സരിച്ച് നിൽക്കുവാനായിട്ട് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ആശയങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ്, കർഷകർക്ക് ആഗോള വിപണിയുമായി മത്സരിക്കേണ്ടി വന്നു. കാരണം ആഗോള ഭീമന്മാർ ഇവിടെ കൃഷി ചെയ്യുന്നു, ഇവിടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഈ ആഗോള വിപണിയുമായി മത്സരിക്കേണ്ടി വന്നു. 2, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റി. അതായത് ആർക്കും സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഉദാരവൽക്കരണം മൂലം അങ്ങനെ ഉണ്ടായിരുന്ന ചില നിയമങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോൾ വലിയ പൈസയുള്ള വലിയ ആൾക്കാർക്കൊക്കെ ഇവിടെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുവാനായിട്ട് അത് വഴിയൊരുക്കി. അത് ശരിക്കു പറഞ്ഞാൽ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഒത്തിരി പുതിയ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോമിനോസ്, അതുപോലെ എന്താ പറയുക KFC, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിദേശ കമ്പനികൾ, അതുപോലെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ, ടിന്നിലുള്ള സാധനങ്ങൾ, അല്ലാതെ പാക്കറ്റിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലെ വിപണിയിലേക്ക് വരുവാനായിട്ട് ഈ ഉദാരവൽക്കരണം സഹായിച്ചിട്ടുണ്ട്. അപ്പം അത് ഗ്രാമീണ മേഖലയിൽ എന്തു പറ്റുന്നു? കർഷകൻ നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കർഷകന്റെ മുന്നിലേക്ക് ആണ് ഈ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ മത്സരിക്കുവാൻ നമ്മുടെ പാവപ്പെട്ട കർഷകന് സാധിക്കാതെ വരുന്നു. അതുപോലെ തന്നെ ഈ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കണ്ടിട്ട് ആകൃഷ്ടരായിട്ട് നമ്മുടെ ജനങ്ങൾ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത് വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചേരുവാൻ കാരണമായി. എന്താണ്? ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റിയപ്പോൾ ഇവിടെ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എത്തുന്നു. പിന്നെ ഉദാഹരണത്തിന് വിദേശത്തു നിന്ന് വരുന്ന ഗോതമ്പ്, ആപ്പിള്, പഴം, മറ്റു ഭക്ഷ്യവസ്തുക്കളൊക്കെ വിദേശത്തു നിന്ന് വരുന്ന അതാകുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക കാണാനൊരു ഭംഗിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ജനങ്ങൾ അതിൻ്റെ പുറകേക്ക് പോവുകയും ചെയ്യുമ്പോൾ കർഷകന് ഇവരുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ വയ്യാതെ കർഷകൻ കഷ്ടത്തിലാകുന്നു. അപ്പൊ ഇത് ഭക്ഷ്യോൽപാദനത്തിന്റെ സ്വാശ്രയത്വം എന്ന നയത്തെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം നയമൊക്കെ കൊണ്ടുവന്നപ്പോഴും ഭക്ഷ്യോൽപാദനത്തിൽ ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ എന്തു പറയുന്നു? സ്വാശ്രയത്വം വേണം, നമ്മൾ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ ആ ഭക്ഷ്യോൽപാദനത്തിന്റെ സ്വാശ്രയത്വം എന്ന സർക്കാരിന്റെ നയത്തിനെ അട്ടിമറിക്കുന്ന രീതിയിലായിപ്പോയി ഈ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ കർഷകരുടെ സാധനങ്ങൾക്ക് നമുക്ക് സ്വാശ്രയത്വം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൃഷിയുടെ ആഗോളവൽക്കരണം. നേരത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ കൃഷിയുടെ ആഗോളവൽക്കരണം എന്ന് പറയുമ്പം കൃഷിയെ നമ്മൾ ആഗോള തലത്തിലായിരിക്കും ചിന്തിക്കുന്നത്. ആഗോള ഭീമന്മാർക്ക് ഇവിടെ വന്ന് കൃഷി ചെയ്യാൻ നമ്മുടെ ആൾക്കാർക്ക് വേണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങൾ എടുക്കുകയും കൃഷി ചെയ്യുകയും അവിടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ കൃഷിയുടെ ആഗോളവൽക്കരണം മൂലം വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഇവിടെ വരുന്നു. അവര് കരാർ കൃഷി എന്ന സമ്പ്രദായം ഇവിടേക്ക് വരുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ അന്താരാഷ്ട്ര ഭീമന്മാരും ബഹുരാഷ്ട്ര കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, MNCs എന്ന് പറയും, അവരിവിടെ വരുമ്പോൾ അവരുടെ വലിയ സാങ്കേതിക വിദ്യകൾ, അവരുടെ വിത്തുകൾ, ഇതൊക്കെ കൂടെ അവർ ഇവിടേക്ക് തന്നിട്ടും അവരുടെ മൂലധനം അവർ തന്നെ പൈസ തരും. കർഷകനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വിത്ത് തരുന്നു, സാങ്കേതിക വിദ്യ തരുന്നു, പണവും മുടക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൃഷി ചെയ്യുക, സാധനം ഞങ്ങൾക്ക് തരിക, ഞങ്ങളത് വിറ്റ് ലാഭമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് ഈ വിത്തുകളും സാങ്കേതിക വിദ്യകളും മൂലധനങ്ങളും ഒക്കെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തു പറ്റുന്നു? സാധനം വിറ്റുകൊണ്ടു പോവുകയും ബഹുഭൂരിപക്ഷം ലാഭം എടുക്കുകയും ചെയ്യുന്നത് ഈ ബഹുരാഷ്ട്ര കമ്പനികളായിരിക്കും. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ കർഷകരിലൂടെ കൃഷി നടത്തി കമ്പനി പറയുന്ന വിള കൃഷി ചെയ്യണമെന്ന നിബന്ധനയും വയ്ക്കുന്നു. അങ്ങനെ ഉൽപ്പന്നങ്ങൾ കമ്പനി തിരികെ വാങ്ങുന്നു. ഇത് കർഷകരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. നമുക്ക് തനതായ ഒരുപാട് കൃഷി രീതികളുണ്ടായിരുന്നു, അതുപോലെ നമുക്ക് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വയ്യാത്തൊരു രീതിയും കർഷകരുടെ തനതായ ആ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ വയ്യാതെ അതൊക്കെ അങ്ങ് ഓരോ തലമുറകൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ഇല്ലാതായി പോകുന്നു. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അടുത്ത തലമുറയ്ക്കൊക്കെ അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കർഷകരുടെ സ്വാതന്ത്ര്യത്തെ അത് ഇല്ലാതാക്കുന്നു. കമ്പനി നിർദ്ദേശിക്കുന്ന വിളകൾ വരേണ്യവർഗത്തിന് ആവശ്യമായവ മാത്രമായിരുന്നു. കമ്പനി പറയുന്നത് എന്താണ്? ഒരുപാട് കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കാൻ റെഡിയാകുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന വിളകളായിരുന്നു കമ്പനികൾ പറയുന്നത്. കൂടാതെ കീടനാശിനികളും അതുപോലെ തന്നെ എന്താ പറയുക സങ്കരയിനം വിത്തുകളും ഇതെല്ലാം തന്നെ പരിസ്ഥിതിയെ പാടെ തകർക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലോട്ട് പോകാം. ഇനി ബഹുരാഷ്ട്ര കമ്പനികൾ വിൽക്കുന്ന രാസവളങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങി പല കർഷകരും എന്തായി? കടക്കണിയിലായി. കാരണം ഇവർ പറയുന്നു നിങ്ങൾ കൃഷി ചെയ്യുക, ഞങ്ങൾ വാങ്ങിക്കോളാം. പക്ഷെ അവരുടെ രാസവളങ്ങളൊക്കെ ഇവർ കാശ് കൊടുത്ത് വാങ്ങണം. ഈ രാസവളങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്തു പറ്റും? അത് അത്രത്തോളം ലാഭം ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ഇവരെല്ലാവരും കടക്കണിയിലായി മാറുന്നു. നിരവധി കർഷക ആത്മഹത്യകൾ ഇന്ത്യയിൽ നടക്കുന്നു. ഒപ്പം തന്നെ വരൾച്ചയും അമിത വിലയും ഒക്കെ വരുമ്പോൾ വലിയ പലിശ താങ്ങാനാവാതെ ആത്മഹത്യകളുടെ എണ്ണം കൂടുകയുമാണ് ചെയ്തത്. അപ്പൊ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും കർഷകർക്ക് നല്ല ഒരു ഫലമല്ല കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കാം, നമ്മളെ ഡൽഹിയിൽ വലിയ ഒരു സമരം നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച, അതായത് നാളെ കർഷക ബന്ദ്. അപ്പോൾ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന ചില നയങ്ങൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുന്ന ഒരു വലിയ സമരമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഗ്രാമസമൂഹത്തിൽ എന്തൊക്കെ മാറ്റമുണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പോൾ ഒന്നെന്താണ്?
6 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. കർഷകർക്ക് ആഗോള വിപണിയുമായി മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മത്സരിച്ച് അവർ തോൽക്കേണ്ടി വരുന്നു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റിയത് ബഹുരാഷ്ട്ര കമ്പനികളെ ഇവിടേക്ക് വരുവാനും അവർ കുത്തക മുതലാളിമാരായി ഇവിടെ നിലനിൽക്കുവാനും അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടെത്തിക്കുവാനും അല്ലെങ്കിൽ കൃഷി ചെയ്യുവാനും ഒക്കെ കാരണമാകുന്നു. ഇത് ഇന്ത്യയുടെ ഭക്ഷ്യോൽപാദനത്തിന്റെ സ്വാശ്രയത്വം എന്ന നയത്തിനെ അട്ടിമറിച്ചു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കൃഷിയുടെ ആഗോളവൽക്കരണം വരികയും കൃഷിയുടെ ആഗോളവൽക്കരണം അത് നേരത്തെ പറയുന്നത് തന്നെയാണ്. വലിയ ബഹുരാഷ്ട്ര ഭീമന്മാർ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് കൃഷിയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കൃഷിയെ നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കുന്നു. അതാണ് കൃഷിയുടെ ആഗോളവൽക്കരണം. അപ്പൊ കൃഷിയുടെ ആഗോളവൽക്കരണം കരാർ കൃഷി എന്ന സമ്പ്രദായം വരുവാൻ കാരണമാകുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾ വിത്തുകൾ, സാങ്കേതിക വിദ്യ, മൂലധനം ഇവയെല്ലാം നൽകി ഇന്ത്യൻ കർഷകരോട് ഇന്ത്യൻ മണ്ണിൽ കൃഷി ചെയ്യുകയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി നിങ്ങൾക്ക് അതിനുള്ള പൈസ തരാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ ലാഭം കൂടുതലുണ്ടാക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികളാണ്. അപ്പൊ ഇത് കർഷകരുടെ തനതായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന രീതികളൊക്കെ മൺമറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ കമ്പനികൾ വരേണ്യവർഗത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് ഈ വരേണ്യവർഗം ഈ കമ്പനികൾ ചിന്തിക്കുന്നില്ല. അവർക്ക് വരേണ്യവർഗത്തിന്റെ, അതായത് പണക്കാരുടെ, കാശുള്ളവരുടെ ആവശ്യത്തിനുള്ള വിളകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കീടനാശിനികളും അതുപോലെ തന്നെ സങ്കര ഇനം വിത്തുകളുമൊക്കെ പരിസ്ഥിതിയെ തകർക്കുകയും ചെയ്തു. നാലാമത്തെ പോയിന്റ് എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികൾ വിൽക്കുന്ന രാസവളങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിയ പലരും കടക്കണിയിലാകുന്നു. നിരവധി കർഷക ആത്മഹത്യകൾ നടക്കുന്നു. അതിന് ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഇനി അടുത്തൊരു ചെറിയ മാർക്കിനായിട്ട് പഠിക്കുന്നതായിരിക്കും. വരൾച്ചയും അമിത വിലയും പിന്നെ കടമെടുക്കുന്നു, പലിശ കൊടുക്കാൻ വയ്യ, അങ്ങനെയൊക്കെ സാമ്പത്തികമായി തകർന്നുകൊണ്ട് നിരവധി കർഷക ആത്മഹത്യകളും ഈ ഉദാരവൽക്കരണ നയവും ആഗോളവൽക്കരണ നയവും മൂലം ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ്. 5 പോയിന്റ് ആണുള്ളത്. 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇത്രയും തന്നെ മതി. ഇത് തന്നെയാണ് അവിടെയുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചെറിയ മാർക്കിന് കർഷക ആത്മഹത്യകൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. 1997-98 മുതൽക്ക് നിരവധി കർഷക ആത്മഹത്യകൾ ഉണ്ടായി. ഇനി ഈ 97-98 എന്ന് പറയേണ്ട, ഇനി ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പുതിയ നയത്തിന്റെ ഫലമായിട്ട് നിരവധി ആത്മഹത്യകളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. നിരവധി കാരണങ്ങളാണ് ഈ ആത്മഹത്യക്ക് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് പരമ്പരാഗത കാർഷിക ഘടനയിൽ ഉണ്ടായ മാറ്റം. ഇടത്തരക്കാരും സമ്പന്നരായ കർഷകരും വലിയ പണക്കാരാകുന്നു. ദരിദ്രരായുള്ളവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തലകുത്തി വീഴുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഈ മത്സരിക്കുന്ന ലോകത്തേക്ക് ചെല്ലുവാനും അവിടെ നിന്ന് മത്സരിക്കുവാനുമുള്ള ശേഷി ഇല്ലാതാകുകയും അവരങ്ങ് തീരെ ദരിദ്രരാകുകയും ചെയ്യുന്നു. അത് കാർഷിക ഘടനയിലെ മാറ്റം എന്നതാണ്. അടുത്തത് സാമ്പത്തിക കാർഷിക നയങ്ങൾ ഒക്കെ തന്നെ പാവപ്പെട്ട കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നു. മൂന്നാമത്തത് വൻ ശക്തികളുടെ കടന്നുകയറ്റം. നമ്മൾ പറഞ്ഞു ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ വരുന്നു, പാവപ്പെട്ടവർ ഇതാവുന്നു. അതുപോലെ കൃഷി നാണ്യവിളകളിലേക്ക് മാറിയത്. മറ്റേത് നമ്മുടെ സമൂഹത്തിൽ ഗ്രാമത്തിൽ എന്ത് വേണം ആ രീതിയിൽ നമ്മൾ സ്വയം പര്യാപ്തമായി കൃഷി ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ബഹുരാഷ്ട്ര കമ്പനികൾ വന്നപ്പോൾ നേരത്തെ പറഞ്ഞു വരേണ്യവർഗത്തിന് എന്തു വേണം അതായിരിക്കും അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കൃഷി നാണ്യവിളകളിലേക്ക് മാറിയതും നിരവധി കർഷക ആത്മഹത്യകളിലേക്ക് നയിക്കുകയുണ്ടായി. പിന്നെ വിത്തിന് ഭയങ്കര വിലയാണ്. രാസവളം, കീടനാശിനി ഇവയുടെയൊക്കെ വിലയും ഒക്കെ കർഷക ആത്മഹത്യകൾക്ക് കാരണമാകുന്നു. പിന്നെ വെള്ളത്തിന്റെ സൗകര്യക്കുറവ്, കൃഷിനാശം വരുന്നു. ഏതെങ്കിലും ദുരന്തം മൂലം, വെള്ളപ്പൊക്കം മൂലമോ കൊടുങ്കാറ്റ് മൂലമോ ഒക്കെ കൃഷി നശിക്കുകയും ഈ രാസവളവും വിത്തുമൊക്കെ വാങ്ങി വീണ്ടും കൃഷി നടത്തുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നപ്പോൾ കർഷകരുടെ ആത്മഹത്യ കൂടുന്നു. അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളുടെ വാണിജ്യ തന്ത്രങ്ങളും ഗ്രാമപ്രദേശത്തിലുള്ള കർഷകരുടെ ആത്മഹത്യ അവരെ ദരിദ്രരാക്കുകയും അത് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു. വികസന പരിപാടികളിൽ നിന്നുള്ള ഗവൺമെന്റിന്റെ പിന്മാറ്റം. കൂടുതൽ കാശിട്ടുകൊണ്ടുള്ള വികസന പരിപാടികളിലേക്ക് പോകാതെ അതിൽ നിന്നും പിന്മാറുന്നു. ഗ്രാമപ്രദേശത്തിൽ വികസനത്തിന് ആവശ്യമായ രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കാതെ ഈ ബഹുരാഷ്ട്ര കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നയങ്ങൾ രൂപീകരിച്ചപ്പോൾ കർഷക ആത്മഹത്യയിലേക്ക് അത് വഴിയൊരുക്കി. അപ്പൊ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ന്യൂസിൽ നാളത്തെ ബന്ദിന് കാരണമായ ഒരു കർഷക നയം എന്താണെന്നൊന്ന് മനസ്സിലാക്കുക.
എന്നിട്ട് അതിനകത്ത് അത് ശരിക്കും രാഷ്ട്രീയ പ്രേരിതമാണോ, അതിനകത്ത് മോദി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ചില നയങ്ങളുണ്ട്, ആ നയങ്ങളൊക്കെ തന്നെ കർഷകരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ ന്യൂസ് കേട്ടിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി നമ്മളൊരു കണക്കാണ് പറയുന്നത്. 2001, 2006 കാലയളവിൽ പുസ്തകം എഴുതിയ അത് ഒരുപാട് കാലം മുമ്പാണ്. 8,900 ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും നടന്നത് ആന്ധ്ര, കർണാടക, കേരള, മഹാരാഷ്ട്ര എന്നിവിടെയാണ് ഈ കർഷക ആത്മഹത്യകൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് കൃഷി ചെയ്യുവാൻ ഉള്ള സൗകര്യങ്ങളില്ല, അവർക്ക് വലിയ വായ്പകൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്നു. അങ്ങനെ വായ്പകൾ തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക സംവിധാനങ്ങൾ ഇല്ലാതെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവർ ആത്മഹത്യയിലേക്ക് പോകുന്നു. ആന്ധ്ര, കർണാടക, കേരള, മഹാരാഷ്ട്രയിലെ വിദർഭയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വിദർഭ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് പാർക്ക് വരികയും അവിടെയുള്ള വെള്ളം മുഴുവൻ ഈ പാർക്കിന്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കർഷകർക്ക് വെള്ളം കിട്ടാതെ വരുന്നു. വലിയ കുഴി കുഴിച്ച് അവരുടെ ആവശ്യത്തിനായിട്ട് ഈ എന്റർടൈൻമെന്റ് പാർക്കിന്റെ ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ വീഗാലാൻഡ് ഒക്കെ പോലെയുള്ള വലിയൊരു പാർക്കാണ്. അപ്പോൾ അവിടുത്തെ കർഷകർക്ക് വെള്ളമില്ലാതെ വരുന്നു. ഫസ്റ്റ് ഇയർ പഠിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ ഒത്തിരി ദൂരം യാത്ര ചെയ്ത് വെള്ളം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ഇങ്ങനെ അനവധി കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന കർഷകരുടെ ആത്മഹത്യയെ സമൂഹ ശാസ്ത്രജ്ഞർ ഒരു പേര് വിളിച്ചു, സംഭവങ്ങളുടെ ഒരു മൂശ. മൂശ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂശയ്ക്കകത്ത് ഇങ്ങനെ എന്താ പറയാ കൂടുതൽ ഇപ്പൊ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് കൂടുതൽ സ്വർണ്ണങ്ങൾ നമ്മൾ ഇടുന്നു. തീ കത്തി അത് ഉരുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകരുടെ ആത്മഹത്യയെ സംഭവങ്ങളുടെ ഒരു മൂശ എന്ന് സമൂഹ ശാസ്ത്രജ്ഞർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സമൂഹ ശാസ്ത്രജ്ഞർ കർഷകരുടെ ആത്മഹത്യയെ എന്ത് ആയിരുന്നു വിളിച്ചിരുന്നതെന്നൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ചെറുകിട കർഷകര്, ഹരിത വിപ്ലവ കൃഷിക്കാർ എല്ലാം ഈ ഒരു എന്താ പറയാ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെടുവാൻ അത്തരത്തിലുള്ള ദാരിദ്ര്യമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കർഷകരെല്ലാവരും തന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ കൃഷി നടത്തുവാനായിട്ട് കീടനാശിനി വാങ്ങിക്കുന്നു, വളം വാങ്ങിക്കുന്നു, വിത്ത് വാങ്ങിക്കുന്നു, ലോൺ എടുക്കുകയൊക്കെ ചെയ്ത് അത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ വരുമ്പോൾ ഒപ്പം തന്നെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും മക്കളുടെ വിവാഹം വരുമ്പോൾ വിവാഹ ചെലവ്, സ്ത്രീധനം കൊടുക്കണം, ആൺകുഞ്ഞുങ്ങൾ പെൺകുട്ടികളെയും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം, എല്ലാമായിട്ട് കർഷകരുടെ ഭാരം വർദ്ധിക്കുകയും കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മനസ്സിലായല്ലോ? ഇതൊരു ചെറിയ ഭാഗം, 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പുറത്ത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഗ്രാമസമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ പരിവർത്തനങ്ങൾ, സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ മാറ്റം എന്നാണ്. അപ്പൊ സ്വാതന്ത്ര്യ കാലത്തിന് ശേഷം ഹരിത വിപ്ലവം മൂലം ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? 1989കളുടെ അവസാനവും 90കളുടെ ആദ്യവും തുടങ്ങിയിട്ടുള്ള ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ പോളിസീസ്, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണ നയങ്ങളും മൂലം ഗ്രാമസമൂഹങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ റൂറൽ സൊസൈറ്റി ആണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേഷൻ ഓഫ് ലേബർ അഥവാ തൊഴിൽ ചംക്രമണം എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ ഫാമേഴ്സ് സൂയിസൈഡും പഠിച്ചു. ഓക്കെ, ഫാമേഴ്സ് സൂയിസൈഡ് 3 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് എഴുതിയാൽ മതി. നിരവധി ആത്മഹത്യകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി കാരണങ്ങളാണ്: കാർഷിക ഘടനയിൽ ഉണ്ടായ മാറ്റം, അതുപോലെ ഗവൺമെന്റിന്റെ സാമ്പത്തിക കാർഷിക നയങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം, വില കൂടിയ വിത്ത്, രാസവളം, കീടനാശിനി ഇവയുടെ ഉപയോഗങ്ങൾ ഒക്കെ തന്നെ, അത്രയൊക്കെ ആക്കി ചുരുക്കിയാൽ മതി, 3 മാർക്ക്, ഒക്കെ തന്നെ കർഷകരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, കേരള എന്നിവിടങ്ങളിൽ ഒരുപാട് കർഷക ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഈ സമൂഹ ശാസ്ത്രജ്ഞർ ഇതിനെ സംഭവങ്ങളുടെ മൂശ എന്നാണ് പറയുന്നത്. കർഷകരുടെ ആത്മഹത്യയെ സംഭവങ്ങളുടെ മൂശ എന്നാണ് ആര് പറയുന്നത്? മൂഷ, ശനിയുടെ ഷായാണ്, മൂഷ എന്നാണ് സമൂഹ ശാസ്ത്രജ്ഞർ പറയുന്നത്. അങ്ങനെ അങ്ങ് ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇത് വലിയ മാർക്കിന് ചോദിക്കൂല കർഷക ആത്മഹത്യയൊക്കെ. താങ്ക് യു. അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആയി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ എന്താ പറയുക, ചാപ്റ്റർ 11 ഫിനിഷായി.